അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് കുറേ നാളുകളായിട്ട് പറഞ്ഞു പറ്റിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് സമയക്കുറവ് കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും വീട്ടിൽ വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങളുണ്ട്, കുഞ്ഞുണ്ട്. അപ്പോൾ എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. എങ്ങനെയാണ് കാനഡയ്ക്ക് വരാൻ പറ്റുന്നത്, അല്ലെ കാനഡയുടെ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് ചോദിച്ച് ഒരുപാട് മെസ്സേജസ് എനിക്ക് വരാറുണ്ട്. അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യാൻ ഇതുവരെ പറ്റിയില്ല. ഇപ്പം തന്നെ ഞാൻ മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു, മോർണിംഗ് കഴിഞ്ഞ് വന്നതാണ്. അപ്പം നോക്കിയപ്പോൾ കുഞ്ഞുറങ്ങുക. അപ്പോൾ ഞാനോടത്ത് യൂണിഫോം പോലും മാറണ്ട, പെട്ടെന്ന് പറഞ്ഞ് തീർത്തിട്ട് പോകാമെന്ന്. ചേട്ടനാണെങ്കിൽ ഈവനിങ് ജോലിയാണ്, ഈവനിങ്ങിന് പോയേക്കോ കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്, എനിക്ക് വിറയ്ക്കുന്നുണ്ട് തന്നെ. കാരണം ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ പല ഭാഗത്തു നിന്ന്, സൗദി ആവട്ടെ, ദുബായ് ആവട്ടെ, കുവൈറ്റ് ആവട്ടെ, പല ഭാഗത്തു നിന്ന് ഒരുപാട് മെസ്സേജസ്. അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ പറയുന്നത് ഒരു ഗൈഡൻസ് ആയിട്ട് എല്ലാവരും എടുക്കും അല്ലേ. അപ്പം നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ, സത്യം മാത്രമേ പറയാവുള്ളൂ. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. ഞാൻ പറയുന്നത് എനിക്കറിയാവുന്ന സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പം നടക്കുന്നത്. പിന്നെ കുറച്ച് ഡേറ്റാസ് ഞാനിങ്ങനെ കളക്ട് ചെയ്തതുമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ കള്ളം പറഞ്ഞല്ലോ കേട്ടോ. എനിക്ക് ഇന്നും ഇന്നലെയും ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ഇഷ്ടം പോലെ മെസ്സേജസ് വരാറുണ്ട്. അതിൽ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാമേ. BSc നേഴ്സായി വർക്ക് ചെയ്യാൻ അവിടെ വരുന്നതിന് എന്താണ് പ്രൊസീജിയർ, ഐ ജസ്റ്റ് കംപ്ലീറ്റ് GNM, വിച്ച് കൺട്രി ഈസ് ബെസ്റ്റ് ഫോർ മീ, ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് നേഴ്സായിട്ട്, കാനഡയിൽ വരാനുള്ള പ്രോസസ്സിംഗ് ഒന്ന് പറഞ്ഞു തരാമോ, കെൻ യു ഗൈഡ് മീ ഹൗ ടു സ്റ്റാർട്ട് പ്രോസസ് ഫോർ വർക്കിംഗ് ആസ് എ നഴ്സ് ഇൻ കാനഡ, NNS ചെയ്തുകൊണ്ടിരിക്കുക, നേഴ്സിംഗ് പ്രോസസ്സ് ഒന്ന് പറഞ്ഞു തരുമോ, BSc നേഴ്സാണ്, കാനഡയുടെ പ്രോസസ്സിംഗ് ഒന്ന് പറഞ്ഞു തരുമോ, കാനഡ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു, സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്, കെൻ യു ഹെൽപ്പ് മീ ടു സെലക്ട് ദ പ്രൊവിൻസ്, പിന്നെ ഞാൻ നേഴ്സാണ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ അങ്ങോട്ട് വരുന്ന പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തോന്നിയത്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, 3-4 പിള്ളേർ കേട്ടോ, പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ, സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ, ഞങ്ങൾക്ക് കാനഡയിലോട്ട് വരാനാണ് താല്പര്യം, ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ പ്രോസസ്സിങ്ങിന്, പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. ഇങ്ങനെ ഞാൻ കുറച്ച് ഈ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പക്ഷേ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, ഹൗസ് കീപ്പിങ്ങിന് പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്, പിന്നെ കെയർ അസിസ്റ്റൻ്റായിട്ട് എങ്ങനെ, എല്ലാം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കങ്ങനെ വലിയ നോളജൊന്നും ഇതിനെപ്പറ്റി ഇല്ല. പക്ഷെങ്കിൽ ഞാനിപ്പോൾ 7 വർഷം കഴിഞ്ഞു വന്നിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഇപ്പം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ പറയുവാണെങ്കിൽ എല്ലാവർക്കും അറിയേണ്ടത് കാനഡയിലോട്ട് വരാനുള്ള പ്രോസസ്സിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട ഇവിടുള്ള നേഴ്സിംഗ് ഫ്രണ്ട്സ് തന്നെയാണേലും എല്ലാവരും ഒരുപാട് വീഡിയോസ് അതിനെപ്പറ്റി ചെയ്തിട്ടിട്ടുണ്ട്, എങ്ങനെയാണ് പ്രോസസ്സിംഗ് എന്നുള്ളത്. പറയുവാണെങ്കിൽ നമുക്ക് കേരളത്തിൽ കേരള നേഴ്സിംഗ് കൗൺസിലുണ്ട്, കർണാടകത്തിൽ കർണാടക നേഴ്സിംഗ് കൗൺസിലുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും എല്ലാ പ്രൊവിൻസിലും അവരവരുടേതായിട്ടുള്ള നേഴ്സിംഗ് റെഗുലേറ്ററി ബോഡീസ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ലൈസൻസ് എടുക്കണം. ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ഇഷ്ടമുള്ള ഇപ്പോൾ എനിക്കിപ്പോൾ ആൽബർട്ടയെ വർക്ക് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ ആൽബർട്ട നേഴ്സിംഗ് ബോഡി, അതായത് കനേഡിയൻ രജിസ്റ്റേർഡ് നേഴ്സസ് ഫോർ ആൽബർട്ട, രജിസ്ട്രേഡ് നേഴ്സസ് ഓഫ് ആൽബർട്ട എന്നുള്ള ആ റെഗുലേറ്ററി ബോഡിയിൽ നിന്ന് ഞാൻ ലൈസൻസ് എടുക്കണം. ആ ലൈസൻസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിവിടെ ഉള്ള ഹോസ്പിറ്റലുകളിൽ, ലോങ് ടേം കെയർ സെൻ്ററുകളിൽ എവിടെയാണെന്നോ വേക്കൻസി ഉള്ളതെന്ന് കണ്ടുപിടിച്ച് എനിക്ക് അവിടെ അപ്ലൈ ചെയ്ത് എന്നെ അങ്ങനെ അവർ ഹയർ ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക്. എല്ലാ പ്രൊവിൻസിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാ പ്രൊവിൻസിലും സെപ്പറേറ്റ് നേഴ്സിംഗ് ബോഡീസ് ഉണ്ട്. അതാണൊരു പ്രോസസ്സ്. പക്ഷേ ഇത് പറയുമ്പോൾ ഭയങ്കര ഈസിയാണ്. പക്ഷേ ഈ ലൈസൻസ് കിട്ടാൻ, ഈ നേഴ്സിംഗ് ബോഡീസിൽ നിന്ന് ഈ ലൈസൻസ് കിട്ടാനുള്ള പാട് എന്ന് പറയുന്നത് എൻ്റെ പൊന്നോ ഭയങ്കര സീനാണ് കേട്ടോ. എന്ന് പറയുവാണെങ്കിൽ നമ്മൾ ഇൻ്റർനാഷണലി എഡ്യൂക്കേറ്റഡ് നേഴ്സസാണ്, IEN അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ കനേഡിയൻ സ്റ്റാൻഡേർഡുമായിട്ട് നമ്മുടെ നേഴ്സിങ്ങിൻ്റെ ആ സ്റ്റാൻഡേർഡ് അവർ കമ്പയർ ചെയ്ത് നോക്കും. അതിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് NNS എന്ന് പറയുന്നത്, നാഷണൽ നേഴ്സിംഗ് അസസ്മെൻറ്റ് പ്രോഗ്രാം കേട്ടോ. അപ്പോൾ ആ സാധനം നമ്മൾ ചെയ്യണം, നമ്മൾ പൈസ മുടക്കി അത് ചെയ്യണം. അപ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടും, നമ്മൾ കമ്പയറബിൾ ആണോ അല്ലയോ എന്നുള്ളത്. അത് നമ്മൾ നേഴ്സിംഗ് ബോഡിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ നേഴ്സിംഗ് പഠിച്ച സ്ഥലത്തെ ആ നേഴ്സിംഗ് ബോഡി, ഫോർ എക്സാമ്പിൾ കർണാടക നേഴ്സിംഗ് കൗൺസിലാണെങ്കിൽ കുറേ വെരിഫിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ പേപ്പർ വർക്കുകളുണ്ട്. ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല അതിനെപ്പറ്റി, കാരണം ഒരുപാട് പേര് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവർക്കും ഇപ്പം പ്രൊസീജിയേഴ്സ് അറിയാമെന്ന്. ആർക്കെങ്കിലും അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അതിനെപ്പറ്റി പറയാം കേട്ടോ. ഇപ്പം ഞാൻ മൊത്തത്തിലൊന്ന് പറയുക ഇവിടുത്തെ എനിക്കതാണ് നിങ്ങളോട് പറയേണ്ടത്, ഇവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്കതാണ് നിങ്ങളോട് പറയേണ്ടത്.
അപ്പം അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഇതിനെല്ലാം ഇതായിട്ട് നമ്മുടെ നേഴ്സിംഗ് ബോഡി നമ്മുടെ എല്ലാ പേപ്പറുകളും നോക്കി അപ്രൂവ് ചെയ്ത് കഴിയുമ്പം ഫൈനലി ഒരു പോർഷനാണ് അതിനകത്തിലെ RN എന്ന് പറയുന്നത്. അപ്പോൾ RN എക്സാം NCLEX RN എക്സാം പാസ്സായാൽ നമുക്കിവിടെ ലൈസൻസ് അപ്പം തന്നെ കിട്ടും. അപ്പം നമുക്കവിടെ ജോലി ചെയ്യാൻ പറ്റും. RN എക്സാം പാസ്സാകണമെന്നുള്ളത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ അത് ഞാൻ പറയാൻ കാരണം കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ച കൂട്ടത്തിലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, RN എഴുതാതെയും ഇങ്ങോട്ട് വരാമല്ലോ, IRTS എഴുതാതെയും ഇങ്ങോട്ട് വരാമല്ലോ, അങ്ങനെ പറ്റുമോ? അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ RN എക്സാം മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് റെഗുലേറ്ററി ബോഡിയിൽ നിന്ന് നമുക്ക് ലൈസൻസ് കിട്ടാനായിട്ട് കേട്ടോ. അപ്പം ഇതാണ് പ്രോസസ്സിങ്. അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കിട്ടും. ഈ ലൈസൻസ് എല്ലാ വർഷവും പുതുക്കണം കേട്ടോ, എല്ലാ വർഷവും പുതുക്കണം. അത് കഴിഞ്ഞാണ് നമുക്ക് പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് ജോലി കിട്ടണം. അപ്പം ഞാൻ ജോലിയെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. കാരണം അതാണല്ലോ ഇമ്പോർട്ടൻ്റ്. കാരണം സൗദിയിലും കുവൈറ്റിലും ഈവൻ നാട്ടിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നേഴ്സസാണ് ഇപ്പം കാനഡയിലോട്ട് വരാനായിട്ട്, അല്ലെ പഠിച്ചു കഴിഞ്ഞവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെയാണ് ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് നോക്കുന്നതെങ്കിൽ നമുക്ക് ജോലിയാണല്ലോ ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ലൈസൻസ് എടുക്കുന്നത് കുറച്ച് പൈസ ചിലവും ഉണ്ട്, പ്ലസ് അതിൻ്റെ കൂടെ നല്ലൊരു പ്രൊസീജിയറാണ് കേട്ടോ. നമ്മളങ്ങ് വല്ലാണ്ടായി പോകും. ഞാൻ വിചാരിച്ചിട്ടുണ്ട് പകുതിയായപ്പോൾ നിർത്തിയിട്ട് പോയാലോ എന്ന്, അത്രയും പ്രൊസീജിയേഴ്സാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ജോലിയാണല്ലോ. അപ്പം നമ്മൾ ജോലിയുടെ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടെ എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് പ്രൊവിൻസ് വൈസ് നോക്കാം. ഞാൻ കുറച്ച് ഡേറ്റാസ് ഗൂഗിളിലൊക്കെ തപ്പിപ്പിടിച്ചും അവരുടെ വെബ്സൈറ്റിൽ കയറിയൊക്കെ എടുത്തേക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് ഒണ്ടാറിയോയെ പറ്റിയാണ് കേട്ടോ. ഒണ്ടാറിയോ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ 22% കൂടുതൽ ഇൻ്റർനാഷണൽ എഡ്യൂക്കേറ്റഡ് നേഴ്സസിനെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് അവർ ഹയർ ചെയ്യുന്നുണ്ട്. അവിടെ ഹയറിംഗ് റേറ്റ് കൂടുതലാണ് ഇൻ്റർനാഷണൽ നേഴ്സസിനെന്നാണ് ഡേറ്റാസിൽ ഉള്ളത്. പക്ഷേ ഒരേ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പ്രോസസ്സിങ് ടൈം. അതായത് റെഗുലേറ്ററി ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 7,000-7,500 പേരോളം സ്റ്റിൽ ആപ്ലിക്കേഷൻ ക്യൂവിലാണ് എന്നാണ് നമ്മുടെ ഡേറ്റാസിനകത്ത് പറയുന്നത്. പക്ഷെങ്കിൽ ഹൈ ഡിമാൻഡാണ് നേഴ്സസിനെ, ഇൻ്റർനാഷണൽ നേഴ്സസിനെ എടുക്കുന്നുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ ഒണ്ടാറിയോ. BCയിലും അതുപോലെ തന്നെ ആക്റ്റീവായിട്ട് ഇൻ്റർനാഷണൽ നേഴ്സസിനെ അവർ ഹയർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ ലൈസൻസ് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവർ ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി കുറച്ച് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അതിൻ്റെ പേര് ഹെൽത്ത് മാച്ച് BC എന്ന് പറഞ്ഞിട്ടൊരു, എനിക്ക് അറിയില്ല, ഞാൻ ഡേറ്റാസ് വെച്ചിട്ടാണ് പറയുന്നത്. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നമ്മൾ ഗൂഗിൾ ചെയ്താൽ മതി. ഹെൽത്ത് മാച്ച് BC എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാമുണ്ട്. അത് ഇൻ്റർനാഷണൽ എഡ്യൂക്കേറ്റഡ് നേഴ്സസിനെ കണ്ടുപിടിച്ച് ഇൻ്റർനാഷണൽ എഡ്യൂക്കേറ്റഡ് നേഴ്സസിന് ജോലി കണ്ടുപിടിക്കാനും പിന്നെ അവരുടെ ക്രെഡൻഷ്യൽ അസസ്മെൻറ്റിനും ഒക്കെ സഹായിക്കുന്നത്. ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അവർ പറയുന്നത് ഹൈ ഡിമാൻഡാണ് റിക്രൂട്ട്മെൻറ്റ് അവിടെ ഇൻ്റർനാഷണൽ നേഴ്സസിനെന്നാണ് പറയുന്നത് BCയിലെ. പിന്നെ എൻ്റെ ഫേവറേറ്റ് സ്ഥലം ആൽബർട്ട. ഞാനിപ്പോൾ അവിടെ ആണല്ലോ. അപ്പം ആൽബർട്ടയിൽ ഇഷ്ടംപോലെ വേക്കൻസീസ് ഉണ്ടെന്നാണ് ഡേറ്റാസ് കാണിക്കുന്നത്. ഉണ്ട്, ഇഷ്ടംപോലെ വേക്കൻസീസ് ഉണ്ട്. 21% ജോബ് പോസ്റ്റിങ്സ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, ഒരു വർഷമായിട്ട് 2 വർഷമായിട്ട് കൂടുതലാണ് വന്നേക്കുന്നത്. പക്ഷേ അവർ ഇതിനകത്ത് പറയുന്നത് ലൈസൻസ് കിട്ടും ആൽബർട്ടയിൽ, പക്ഷേ അത് കഴിഞ്ഞിട്ട് ഹയറിങ് കുറച്ച് കോമ്പറ്റേറ്റീവ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഗുഡ് ഡിമാൻഡാണ് നേഴ്സസിനും ആൽബർട്ടയിലെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അവർ ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസും ലൊക്കേഷനും പിന്നെ എംപ്ലോയറിനും ഒക്കെ അനുസരിച്ചാണ് നമ്മൾക്ക് ഹയറിങ് ഇവിടെ നടക്കുന്നതെന്നാണ് പറയുന്നത്. ക്യൂബക്കിൽ എല്ലാവർക്കും അറിയാം, ക്യൂബക്കിൽ ഫ്രഞ്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പം ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അവിടെ മസ്റ്റാണ്. അപ്പം ഫ്രഞ്ച് അവിടെ വേണം. പക്ഷേ നേഴ്സസിനെ എടുക്കുന്നുണ്ട്. നമുക്ക് ഫ്രഞ്ചിൻ്റെ ഇതുണ്ടെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അറ്റ്ലാന്റിക് പ്രൊവിൻസ്, ഞാനൊരു 5 വർഷത്തോളം നോവസ്കോഷ്യയിലായിരുന്നു. അറ്റ്ലാന്റിക് പ്രൊവിൻസ് എന്ന് പറയുമ്പോൾ അതിൽ നോവസ്കോഷ്യ വരും, ന്യൂ ബേൺസ്വിക്ക് വരും, ന്യൂ ഫൗണ്ട്ലാൻഡ് വരും, പ്രിൻസ് എഡ്വേർഡ് വരും, അതുപോലെ തന്നെ ലാബ്രഡോറും വരും. ഇത്രയും കൂടെ ചേർന്ന പ്രൊവിൻസാണ് അറ്റ്ലാന്റിക് പ്രൊവിൻസ് എന്ന് പറയുന്നത് കേട്ടോ. അറ്റ്ലാന്റിക് പ്രൊവിൻസസ് ഒക്കെ വളരെ കുഞ്ഞു പ്രൊവിൻസുകളാണ്. അവിടെ പോപ്പുലേഷൻസ് കുറവാണ്, പക്ഷെങ്കിൽ നേഴ്സസിൻ്റെ ഡിമാൻഡ് കൂടുതലാണ്. നോവസ്കോഷ്യയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ നേഴ്സസിനെ, 19% അധികം നേഴ്സസിനെ ഇൻ്റർനാഷണൽ നേഴ്സസിനെ അവർ ഹയർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് റൂറൽ ഏരിയയിൽ. എനിക്കതറിയാം പേഴ്സണലി, അവിടെ കുറേ ഹയറിങ്സ് നടന്നിട്ടുണ്ട്. ഇപ്പോഴല്ല, കഴിഞ്ഞ 2-3 വർഷമായിട്ട് കേട്ടോ. ഈ റീസെൻറ്റ് ഒരു വർഷത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, അതിന് മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്.
അതേപോലെ തന്നെ മാനിറ്റോബ, സസ്കാച്ചുവന്. മാനിറ്റോബയെക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്നു സസ്കാച്ചുവനിലാണ് ഒന്നും കൂടെ കൂടുതൽ പിന്നെ ഹയറിങ് ഇൻ്റർനാഷണൽ നേഴ്സസിനെ എടുക്കുന്നത്. പ്ലസ് അവിടെ ഗവൺമെൻറ് സപ്പോർട്ടീവ് പ്രോഗ്രാംസും ഉണ്ട് ഇൻ്റർനാഷണൽ എഡ്യൂക്കേറ്റഡ് നേഴ്സസിനെന്നാണ് ഡേറ്റാസ് കാണിക്കുന്നത്. ഇങ്ങനെയുള്ളപ്പം നമുക്ക് നേരിട്ട് അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കാം, ഗൂഗിളിൽ നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ടെറിട്ടറീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു 3 ടെറിട്ടറീസ് ഉണ്ട്. യൂക്കോൺ ഉണ്ട്, നോർത്ത് വെസ്റ്റ് ടെറിട്ടറീസ് ഉണ്ട്, പിന്നെ നെനാവത്ത് എന്ന് പറയുന്ന ഒരു 3 ടെറിട്ടറീസ് ഉണ്ട്. ഭയങ്കര കുഞ്ഞു പ്ലേസാണ്, പോപ്പുലേഷൻ വളരെ കുറവാണ്. പക്ഷേ നേഴ്സസിന് ഹൈ ഡിമാൻഡാണെന്നാണ് പറയുന്നത്. കാനഡയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അവിടെയാണെന്നാണ് പറയുന്നത് നേഴ്സസിന്. പിന്നെ ഏറ്റവും കൂടുതൽ നേഴ്സസിനെ കഴിഞ്ഞ ഒരു 2022, 2023, 2024 ഹയർ ചെയ്തിരിക്കുന്നത് ഒണ്ടാറിയോയിലും നോവാസ്കോഷ്യയിലുമാണെന്നാണ് ഡേറ്റാസ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. ആൽബർട്ടയിൽ ഇഷ്ടംപോലെ വേക്കൻസീസും ഹയറിങ്ങും ഉണ്ട്, പക്ഷേ ഭയങ്കര കോമ്പറ്റേറ്റീവ് ഹയറിംഗ് മാർക്കറ്റാണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഹയറിംഗ് സിറ്റുവേഷൻ ഭയങ്കര ഡിഫറൻ്റ് ആണ് ആൽബർട്ടയിലെന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഓടിച്ചൊന്ന് നമ്മുടെ പ്രൊവിൻസ് വൈസ് ഡേറ്റാസ് പറഞ്ഞ്. അപ്പോൾ എന്തോ നമുക്ക് മനസ്സിലായത്, എല്ലാ പ്രൊവിൻസിലും നേഴ്സസിൻ്റേത് ഹൈ ഡിമാൻഡ് തന്നെയാണ്, അവർ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്, സംശയം ഉണ്ടെങ്കിൽ പൊതുവേ നമ്മൾ വേറൊരാളോട് ചോദിക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാൻ ശ്രമിച്ചു, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക, നേരിട്ട് അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാ നാട്ടിൽ പറഞ്ഞാൽ വെണ്ടക്കാശരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ തറവാകും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആൽബർട്ടയിലാണല്ലോ ഞാൻ. അപ്പം ആൽബർട്ടയിലെ കാര്യമാണ് കേട്ടോ. ആൽബർട്ടയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സൗദിയിലും കുവൈറ്റിലും അല്ലെങ്കിൽ ദുബായിലും ഒക്കെയുള്ള നേഴ്സസ് ഇങ്ങോട്ട് നിങ്ങൾ ഓൾറെഡി അവിടെ നേഴ്സസായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഈവൻ നാട്ടിൽ എവിടെ ആണെങ്കിലും കേട്ടോ, ഞാനവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതല്ല, എവിടെ ആണെങ്കിലും നേഴ്സസായിട്ട് വർക്ക് ചെയ്യുന്നവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരും പിന്നെ എക്സ്പീരിയൻസിനനുസരിച്ച് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആൽബർട്ട ഹെൽത്ത് സർവീസിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കിയാൽ മതി. ഇൻ്റർനാഷണൽ നേഴ്സ് റിക്രൂട്ട്മെൻറ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഉണ്ട്. അതായത് ഇൻ്റർനാഷണൽ നേഴ്സസിന് എങ്ങനെ ആൽബർട്ടയിലെ ഒരു RN ആകാം എന്നുള്ളതിൻ്റെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് താഴോട്ട് ചോദിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുക്കുമ്പം അവർ പറയുന്നുണ്ട് നിങ്ങളുടെ ഫില്ല് ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസിനനുസരിച്ച് നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുമെന്ന്. ആക്ച്വലി നമുക്ക് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാൻഡിഡേറ്റ് ആണ് അവരുടെ റിക്വയർമെൻറ്റിനനുസരിച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ വേറൊരു പ്രോഗ്രാമുണ്ട് ആൽബർട്ടയിൽ മാത്രമല്ല, അതൊരു ഫെഡറൽ പ്രോഗ്രാമാണ്. റൂറൽ കമ്മ്യൂണിറ്റി എന്തുവായിരുന്നു അതിൻ്റെ പേര്, റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് എന്നാണ് അതിൻ്റെ പേര്, RCIP. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജിൽ, റൂറൽ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ ഇമിഗ്രേഷൻ, അതിനെപ്പറ്റി വല്ലതും അറിയുമെന്ന്. സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഞാൻ അതുകൊണ്ട് കയറി നോക്കി എന്താണ് ഈ പ്രോഗ്രാം എന്നുള്ളത്. കയറി നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത്, ഈ ആൽബർട്ടയിൽ മെയിനായിട്ട് 2 സിറ്റിയാണ് ഉള്ളത് കേട്ടോ. ഒന്ന് എഡ്മണ്ടനും പിന്നെ കാൽഗറി. ഞാനിപ്പോൾ എഡ്മണ്ടനിലാണുള്ളത്. റൂറൽ ഏരിയ എന്നവർ ഉദ്ദേശിക്കുന്നത് ഈ വലിയ സിറ്റിയിൽ നിന്ന് 1 മണിക്കൂർ ദൂരത്തിൽ അല്ലെ 1.5 മണിക്കൂർ ദൂരത്തിലുള്ള കുറച്ച് സ്ഥലമാണ്. ഞാൻ ഒരു 5 സ്ഥലമാണ് ഇതിനകത്ത് ഈ ആൽബർട്ടയുടേത് അവർ പറയുന്നത്. ഒന്ന് മെഡിസിൻ ഹാറ്റ്, ജാസ്പർ, ഫെയർവ്യൂ, ഹിൻഡൻ. ഇതിൽ ജാസ്പറിലും ഹിൻഡനിലും ഞാൻ പോയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ്. നല്ല സൂപ്പർ പ്ലേസാണ് കേട്ടോ, അടിപൊളി പ്ലേസാണ്. ഈ 5 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ കിട്ടണം. ഒരു ജോബ് ഓഫർ ഒരു എംപ്ലോയറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടണം. എങ്ങനെ കിട്ടും? നമ്മൾ അവിടെ ഉള്ള എംപ്ലോയറിൻ്റെ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ജോബ് ഓഫർ കിട്ടിയാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 1560 അവേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ ലാംഗ്വേജ് പ്രൂഫും കുറേ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. IELTSൻ്റെ കാര്യം എന്ന് പറയുമ്പം അവർ പറയുന്നത് 5.5 to 6 വേണം എന്നില്ല കേട്ടോ. 5.5 to 6 ആണ് ജനറൽ. അതും ജനറൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ജനറലാണ് അക്കാഡമിക്കിനെക്കാട്ടിലും എളുപ്പം. അത് നല്ലൊരു സ്കോറാണ് കേട്ടോ. ആരെഴുതിയാലും കിട്ടുന്ന ഒരു സ്കോറാണ് 5.5 to 6. അപ്പോൾ ഈ സ്കോറ് IELTSന് വേണം. പിന്നെ കനേഡിയൻ എഡ്യൂക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്.
പിന്നെ പ്രൂഫ് ഓഫ് ഫണ്ട് അത് പൊതുവേ വരും. നമുക്ക് ഈ കാനഡയിലോട്ട് വരണമെങ്കിൽ കുറച്ച് ഫണ്ട്സ് കാണിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം ആ RCIP പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുൾ ടൈം ജോബ് ഓഫർ ഈ പറയുന്ന ഏതെങ്കിലും ഡെസിഗ്നേറ്റഡ് എംപ്ലോയറിൽ നിന്ന്, അതായത് ഈ 5 സ്ഥലത്തെ കാര്യമാണ് അവർ പറയുന്നത് റൂറൽ ഏരിയ എന്ന് പറയുമ്പോൾ കേട്ടോ. മെഡിസിൻ ഹാറ്റ്, ജാസ്പർ, ഫെയർവ്യൂ, ഹിൻറ്റൺ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ജോബ് ഓഫർ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിച്ചത് ഏതെങ്കിലും ഏജൻസിയെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ ഏജൻസി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരാളുടെ പേര് പറയാൻ എനിക്കറിയത്തില്ല. കാരണം ആരാണ് പോപ്പുലറെന്നോ ആരാണ് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നതെന്നോ ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് പൊതുവേ നാട്ടിലൊക്കെ നമ്മളിങ്ങനെ പറയുമല്ലോ, ഓരോരുത്തരുടെ പേര് പറയുമല്ലോ, അവരുടെ അടുത്ത് ചോദിച്ചു നോക്കിയാൽ മതി. ഇപ്പോൾ ഈ പറയുന്ന RCIP പ്രോഗ്രാം നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടോ, അല്ലെ ഈ എല്ലാം തന്നെ ഒന്നും തോന്നില്ല കേട്ടോ, ഏജൻസിക്കാരൊന്നും എന്നെ ചീത്ത വിളിക്കല്ലേ, ഞാൻ വേറൊന്നും കൊണ്ടും പറഞ്ഞതല്ല. എല്ലാം ഡയറക്റ്റാണ്. നമുക്ക് ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റ്, ഇവിടെ അങ്ങനെയാണ് കാനഡയിൽ, ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഏജൻസി ത്രൂ ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്തെങ്കിലും ടൈപ്പ് ഉണ്ടോ അല്ലെ എന്തൊന്നും നമുക്കറിയത്തില്ലല്ലോ, അങ്ങനെ ഉണ്ട് എങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളത് അവരോട് നേരിട്ട് സംസാരിക്കുക, എങ്ങനെയാണ് ഏതാണ്, പിന്നെ എന്തെങ്കിലും ഇതിൽ പോയാൽ പറ്റുമോ, അല്ലെ മേളിൽ പറയുന്ന ഇൻ്റർനാഷണൽ നേഴ്സ് റിക്രൂട്ട്മെൻറ്റ് ഇനിഷ്യേറ്റീവ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുക, ഇൻ്റർനാഷണൽ നേഴ്സ് റിക്രൂട്ട്മെൻറ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് അതിലെല്ലാവരും രജിസ്റ്റർ ചെയ്തിടുക ആദ്യം കേട്ടോ. അപ്പം ഏജൻസിക്കാരും ഇത് തന്നെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം അവരോട് ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അതങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആൽബർട്ടയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിതിനെല്ലാം വേണ്ട റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് നമ്മൾ ഇതിനകത്ത് കയറി നോക്കുമ്പോഴത്തേക്ക് 1 by 1 ആയിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ അവർ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റിനെയും ഹെൽത്ത് കെയർ എയ്ഡിനെയും LPNസിനെയും RNസിനെയും മെൻ്റൽ ഹെൽത്ത് നേഴ്സസിനെയും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് നേഴ്സസിൻ്റെ ലിസ്റ്റിൽ ഞാൻ കണ്ടതാണ്. ഈവൻ ഫുഡ് ആൻഡ് ലിനൻ സർവീസ് വരെ അവരതിനകത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കൊന്ന് നല്ലൊരു റെസ്യൂമേ നിങ്ങളുണ്ടാക്കണം നിങ്ങളുടെ ആ എക്സ്പീരിയൻസിനനുസരിച്ച്. എന്നിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കാണ് അവർ എക്സ്പീരിയൻസിനും ഇതിനും അനുസരിച്ച് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും തിരിച്ച്. പിന്നെ അവർ നമുക്ക് ഗൈഡ് ചെയ്ത് തരും. തിരിച്ച് കോണ്ടാക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് അവർ നമ്മളെ ഗൈഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. എല്ലാവരും നേഴ്സ് ഇങ്ങോട്ട് ആൽബർട്ടയിലോട്ട് ഞാൻ ആൽബർട്ട ആയതുകൊണ്ടാണ് ആൽബർട്ട എടുത്തു പറയുന്നത്. ആൽബർട്ടയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന നേഴ്സസ് ആണെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇവിടെ ഹയറിങ് റേറ്റ് ഭയങ്കര ലോ ആണ്. അത് പറയാൻ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഒരുപാട് നേഴ്സസ് പിന്നെ ആണെങ്കിൽ RN ലൈസൻസ് എടുത്തിട്ട് പിന്നെ ആണെങ്കിൽ ജോലി കിട്ടാതെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആൽബർട്ടയ്ക്കകത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ആർക്കും ജോലി കിട്ടിയിട്ടില്ല. അവർ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ഇൻ്റർനാഷണലി എഡ്യൂക്കേറ്റഡ് നേഴ്സസ് ആയതുകൊണ്ടും ഈ പറയുന്ന പോലെ എന്താ പറയുന്നത്, നമ്മൾ എഡ്യൂക്കേഷൻ കമ്പയർ ചെയ്യുമ്പം നല്ല ഡിഫറൻ്റാണ് ഇവിടെ നേഴ്സസ്. ഇവിടുത്തെ നേഴ്സിങ്ങും നമ്മുടെ നേഴ്സിങ്ങും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നമുക്കൊരു അവസരം കിട്ടി, നമ്മൾ കുറച്ച് ഓറിയൻറ്റേഷൻ കിട്ടി, നമ്മൾ ജോലി ചെയ്താലേ നമ്മളത് യൂസ് ടു ആയി വരത്തുള്ളൂ. പക്ഷേ മൊത്തത്തിൽ ഹയറിങ് റേറ്റ് കുറവാണ്. ആൽബർട്ടയിൽ ഇപ്പം നല്ല കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ജോലി കിട്ടാനായിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ വീഡിയോ കാണുന്ന നേഴ്സിംഗ് ഫ്രണ്ട്സ്, എക്സ്പെഷ്യലി എല്ലാ പ്രൊവിൻസിലും കാനഡയിലുള്ളവർ, ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ആ സ്ഥലത്തെ പ്രൊവിൻസിലെ ഹയറിങ്ങിനെ പറ്റി, അല്ലെങ്കിൽ എങ്ങനെയാണ് നേഴ്സസിനെ ഇപ്പോൾ അവിടെ എടുക്കുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റി ഒരു വാക്ക് നിങ്ങളൊരു കമൻറ്റോ വല്ലതും ചെയ്യുവാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്, ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വലിയൊരു സഹായമാവും. മൊത്തത്തിൽ കാനഡ മൊത്തത്തിൽ ഇപ്പോൾ ഹയറിങ് ഭയങ്കര, നേഴ്സസിന് ലൈസൻസ് കിട്ടുന്നുണ്ട്, അത് വേറെ. പക്ഷേ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ജോലി കിട്ടണമല്ലോ. അപ്പോൾ അത് കുറച്ച് കുറവായിട്ടാണ് തോന്നിയേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ കമൻ്റ് ഇടുവാണെങ്കിൽ, നിങ്ങളുടെ അവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് പറയുവാണെങ്കിൽ എല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കും കേട്ടോ. അപ്പം ഇതൊന്നും കണ്ട് എന്നെ ആരും ചീത്ത വിളിക്കരുത്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടത്ത് പറഞ്ഞത് കേട്ടോ. ഓക്കെ.